നമസ്കാരം. നമസ്കാരം. ആതിര, പൊതുവെ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയില് ഏറ്റവും കൂടുതൽ സജീവമായിട്ട് നിൽക്കുന്നത് ആരാണ്? ഒരു കുടുംബം. അത് സംശയമില്ല, നമ്മുടെ കൃഷ്ണകുമാറിന്റെ കുടുംബം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നതും. ഈ കുടുംബത്തിൽ 6 പേരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, അല്ലെ? കൃഷ്ണകുമാറിന്റെ 4 മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായ കരിയറും വരുമാന മാർഗവും ഒക്കെ ഉണ്ടാക്കാനായിട്ടുണ്ട്, അല്ലെ? അതെ. അത് മാത്രമല്ല, സിന്ധുവും മക്കൾ അഹാനയും ദിയയും പിന്നെ ഇഷാനിയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചാ വിഷയമായിട്ട് മാറാനും എല്ലാവർക്കും 6 പേർക്കും സാധിക്കാറുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാർ 4 പെൺമക്കളാണ്. അതിൽ ഒരാളുടെ വിവാഹമാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്, ദിയയുടെ വിവാഹം. അത് മാത്രമല്ല, ഇപ്പോ ആള് പ്രഗ്നന്റ് ആണ്. ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള കാത്തിരിപ്പിലാണ് കുടുംബം മുഴുവൻ. ആ ഒരു സമയത്താണ് ഇപ്പൊ മറ്റൊരു വിഷയവും കൂടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് മാറിയിരിക്കുന്നത്. അതും ദിയയുടെ ആ ഒരു ചടങ്ങ്, പ്രഗ്നൻസി ടൈമിലുള്ള ചടങ്ങിന്റെ സമയത്താണ് ആരും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ആർക്കും ഇതുവരെയും പിടികിട്ടാത്ത ഒരു സംഭവം അവരുടെ കുടുംബത്തില് നടന്നിരിക്കുന്നത്. അതെ, ഇപ്പോ ദിയയുടെ ചടങ്ങാണ് നടന്നത്. അതിപ്പോ ഒരു വളകാപ്പ് ചടങ്ങല്ല, അതിന് മുന്നേ ഉള്ള ഒരു ചടങ്ങായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സിന്ധു കൃഷ്ണയാണെങ്കിലും ദിയ, ഇഷാനി, അഹാന എല്ലാം വീഡിയോസ്, വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗിൽ നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കപ്പെട്ടത് ഇഷാനിയാണ്. കാരണം ഇഷാനിയുടെ കൂടെയുള്ള ഒരാൾ, അതാരാണെന്നറിയോ? അർജുൻ. അതെ, അർജുൻ. ഇപ്പൊ അർജുനെ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം അർജുൻ, ഇഷാനി എന്ന് പറയുമ്പോൾ അവർ ആത്മസുഹൃത്തുക്കളാണ്. അവരുടെ ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകാറുണ്ട്. അങ്ങനെ വൈറലാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോ ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോസ് വരുമ്പോ അവരുടെ എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇരുവരും തമ്മിൽ ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഫോട്ടോയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ? അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഇപ്പൊ സിനിമയിലൊക്കെ ആണെങ്കിൽ ഒരു സിനിമ പണ്ടൊക്കെ പൃഥ്വിരാജും കാവ്യമാധവനൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവര് കണ്ടിന്യൂസ് ആയിട്ട് സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴേക്ക് ഇവരിനി കല്യാണം കഴിക്കും എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു, പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദനും മഹിമ നമ്പ്യാരുമാണ് വിവാഹം കഴിക്കും എന്നുള്ള രീതിയിലാണ് ചർച്ച നടക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണി മുകുന്ദനും അനുശ്രീയും തമ്മിൽ വിവാഹം കഴിക്കും എന്നുള്ള ഉണ്ണിമുകുന്ദന്റെയും ഒരുപാട് ചർച്ച ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇപ്പോഴും അവസാനം അവര് തന്നെ നേരിട്ട് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇഷാനിന്റെ ഒക്കെ എന്ന് നോക്കുമ്പോൾ അത് അങ്ങനെയല്ല. ഇഷാനി പറയുന്നത് സുഹൃത്താണ് എന്നാണ്. പക്ഷെ ഏതൊരു ചടങ്ങിലും, ഇപ്പൊ ദിയേന്റെ വിവാഹ ചടങ്ങിൽ പോലും അർജുൻ എത്തിയിട്ടുണ്ടായിരുന്നു. ദിയ മാത്രമല്ല, ഇപ്പോ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അവിടെ അർജുൻ എത്താറുണ്ട്. ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്നതാണ് ഇഷാനിയും അർജുൻ തമ്മിൽ പ്രണയത്തിലാണോ എന്ന്. പക്ഷെ മാത്രമല്ല, ഇപ്പൊ പങ്കാളികളെ കണ്ടെത്താൻ അവർ ഫാമിലി ഒരു ഡിഫറെന്റ്, അതായത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഫാമിലിയാണ് അവർക്ക്. അതായത് പങ്കാളികളെ കണ്ടെത്താൻ മാത്രമല്ല, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനും ഒക്കെ ഇവർ മക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും നൽകിയിട്ടുള്ളത്. അതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ദിയേന്റെ കാര്യം അറിയില്ല. അപ്പൊ ദിയക്ക് നേരത്തെ ഒരു അഫയർ ഒക്കെ ഉണ്ടായിരുന്നല്ലേ? ദിയനെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അഫയർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദിയ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ദിയയുടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പശുവിനായിട്ടുള്ള വിവാഹമാണെങ്കിലും എല്ലാം അതിന് മുന്നേ ബന്ധങ്ങളാണെങ്കിലും തകർച്ചകളും എല്ലാം ദിയ തന്നെ പറഞ്ഞു. പക്ഷേ അഹാനയും ഇഷാനിയും എപ്പോഴും ഒരു രഹസ്യം സൂക്ഷിക്കുന്ന ഒരു ടൈം, ആരും അറിയാൻ പാടില്ല. ഡേ ആണ് എല്ലാം പുറത്തേക്ക് വരുന്നത്. അതെ, അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പൊ നമ്മുടെ ദിയേന്റെ ഇപ്പൊ വളകാപ്പ് ചടങ്ങ്, ഇപ്പൊ ഒരു പ്രഗ്നൻസി ചടങ്ങിന്റെ ഇടയിൽ പുറത്തു വരുന്ന ഒരു വീഡിയോ ആണ് വൈറലാവുന്നത്. അത് മറ്റൊന്നുമില്ല, ഇഷാനിയും അർജുനുമാണ് അതില് ഹൈലൈറ്റ് ആണെന്ന് പറഞ്ഞത്. കാരണം ഇപ്പൊ ഒരു ചുവന്ന ഹാരം ധരിച്ചിട്ട് ഇഷാനിയും അതുപോലെ തന്നെ അർജുനും ചുവന്ന ഹാരം ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് അർജുൻ ആ ഒരു ഇതിലൊക്കെ. മാത്രമല്ല, അവർ തമ്മിലുള്ള വീഡിയോയും അവരുടെ കെമിസ്ട്രി ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് അവർ തമ്മിൽ പ്രണയത്തിലാണ്, അല്ലെങ്കിൽ അവർ ഉടനെ തന്നെ വിവാഹം കഴിക്കും, മിസസ് ഇഷാനി ആയോ എന്നുള്ള സംശയങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇപ്പൊ നേരത്തെ ആണെങ്കിലും നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഒരു ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇഷാനി മറ്റേ ലെഗ് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്നിട്ട് അർജുന്റെ ആ ഒരു നോട്ടം ഉണ്ടായിരുന്നു, ഒരു ഐസൈറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് വിചാരിച്ചത് അവർ തമ്മിൽ പ്രണയത്തിലാണ് എന്ന് പ്രേക്ഷകർ ഓൾമോസ്റ്റ് ഉറപ്പിച്ച സാഹചര്യം തന്നെയായിരുന്നു. അത് മാത്രമല്ല, ഇഷാനിയുടെ ഒരു വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിൽ
ഏറ്റവും കൂടുതൽ വൈറലായതായിരുന്നു ഇഷാനിയുടെ മുടി മുറിച്ച ഒരു വീഡിയോ ഹെയർ കട്ട്. അതെ, അത് ഇഷാനി മുടി മുറിച്ചു. അത് ആ ഒരു മുടി മുറിച്ചതിന്റെ വ്ലോഗ് ഇഷാനി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സിന്ധു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ ഇത്രയും മുടി മുറിക്കേണ്ടായിരുന്നു, ഇത്രയും വേണ്ടായിരുന്നു എന്ന് സിന്ധു പറയുമ്പോഴും അതേ സമയത്ത് തന്നെ അഹാന പറയുന്നുണ്ട്, ഈ ഒരു കാര്യം അർജുനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർജുനും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും മുടി ആയിരുന്നില്ല എന്ന് അർജുനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്തും അർജുൻ കൂടെ ഉണ്ട്. അതായത് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇഷാനിന്റെ എല്ലാ കാര്യങ്ങളും അവരുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇവരുടെ വീട്ടിൽ ഇന്റീരിയറിന്റെ എന്തോ ഒരു കാര്യം വന്ന സമയത്ത് അത് അർജുനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വ്ലോഗ് ഇഷാനി തന്നെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ഇന്റീരിയർ ഡിസൈനറാണ് നമ്മുടെ അർജുൻ എന്ന് പറയുന്നത്. അത് ഇന്റർനാഷണൽ കമ്പനിയാണ്. അപ്പൊ ജോലിയുണ്ട്. അപ്പൊ ഉടനെ തന്നെ വിവാഹം, ഇപ്പൊ ദിയേന്റെ കഴിഞ്ഞ സാഹചര്യത്തിൽ ഉടൻ തന്നെ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ നിന്നൊരു വിവാഹം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഇഷാനി ആൻഡ് അർജുന്റെ ആണെന്നാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു ചെറിയ ചെറിയ ക്ലൂവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് അത് ഇഷാനി ആൻഡ് അർജുന്റെ വിവാഹം തന്നെയാണ്. ആ സമയത്ത് തന്നെ പറയേണ്ടത് അഹാനയുടെ ഒരു കാര്യം കൂടിയാണ്. അല്ലെ, അഹാനയുടെ ഏറ്റവും കൂടുതൽ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ, ഇപ്പോഴെന്നല്ല ദിയയുടെ വിവാഹത്തിന് മുന്നേ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വൈറലായത് ദിയയുടെ വിവാഹത്തിന്റെ അന്നായിരുന്നു. അന്ന് അഹാന ഒരു കല്യാണ പെൺകുട്ടിയെ പോലെ ഒരുങ്ങി സുന്ദരിയായിട്ട് വന്ന് നിൽക്കുന്നതും അതേ സമയത്ത് അഹാനയുടെ സുഹൃത്തായ നിമിഷ് രവിയും കൂടി ആയിട്ടുള്ള ആ ഒരു ഫോട്ടോയും ഇരുവരും പ്രണയത്തിലാണെന്നും ഇരുവരും വിവാഹിതരാകാൻ വേണ്ടിയിട്ട് പോകുവാണ്, അവരുടെ വിവാഹ നിശ്ചയമായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നതായിരുന്നു, വാർത്തകൾ വന്നിരുന്നു. അത് മാത്രമല്ല 2 വർഷം കഴിഞ്ഞാൽ വിവാഹം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സിന്ധുവും പറഞ്ഞിട്ടുണ്ട് അടുത്ത വിവാഹം അഹാനയുടേതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പക്ഷെ അഹാന 2 വർഷം കഴിഞ്ഞിട്ട് വിവാഹം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അഹാന പിന്നെ പറഞ്ഞു 2 വർഷമല്ല, ഒരു വർഷത്തിനകത്ത് വെച്ച് വിവാഹം നടക്കും എന്നുകൂടി അഹാന സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിമിഷ് രവിയുടെയും അഹാനയുടെയും സോഷ്യൽ മീഡിയയിൽ ആ ഒരു സമയത്ത് പിന്നെ യാത്രകളും ഇവർ ഒരുമിച്ചുള്ള യാത്രകളുടെ ഫോട്ടോ, ഇപ്പൊ ബർത്ത്ഡേ വിഷസ് ആണെങ്കിൽ ഇരുവരും പങ്കുവയ്ക്കുന്ന ചെറിയ ചെറിയ ക്യാപ്ഷൻസ്, അതായത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ, ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ, പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു പേഴ്സൺ നമ്മൾ അങ്ങനെ കുത്തിരുന്ന് നമ്മളൊരു ക്യാപ്ഷൻ ഒക്കെ അടിക്കാതെ അത്രയും മനോഹരമായിട്ടുള്ള ക്യാപ്ഷൻസ് ആണ്. നമുക്ക് അറിയാം അഹാന എത്രത്തോളം ടാലന്റഡ് ആണ്. നമ്മുടെ ഛായാഗ്രഹം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അത് നമുക്കറിയാം, ഒരു ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ അത്രയും ഇതായിട്ട് കൊടുക്കും. പക്ഷെ എങ്കിലും പ്രണയാതുരമായിട്ടുള്ള ചില ക്യാപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ പാർട്ട്ണർ എന്നുള്ള ഒരു ഹാഷ്ടാഗ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം, അത് ഓക്കെ ഉറപ്പിച്ചത് നമ്മുടെ അഹാനന്റെ പാർട്ട്ണർ തന്നെയാണ്. ഇപ്പൊ കറന്റ് ആയിട്ട് പങ്കുവെച്ച ഫോട്ടോയും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ആ സമയത്ത് നിമിഷ് രവി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അഹാനയും നിമിഷ് രവിയും പ്രണയത്തിലാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വന്നപ്പോ തന്നെ നിമിഷ് രവി തന്നെ നേരിട്ട് രംഗത്തെത്തി, തങ്ങൾ തമ്മിൽ പ്രണയത്തിലല്ല, മറിച്ച് സുഹൃത്തുക്കൾ മാത്രമാണ്, അതേസമയം വേറെ ഒരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഇല്ല എന്ന് തന്നെ നിമിഷ് രവി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമില്. ഓക്കെ, പക്ഷെ അതേ സമയം തന്നെ പക്ഷെ അഹാനയ്ക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് വരുന്നത് നിമിഷാണ്. കാരണം ഇപ്പോ നൈന സംവിധായകന്റെ ഒരു ഇഷ്യൂ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു സമയമായിരുന്നു അഹാന. പക്ഷെ ആ സമയത്തും ഫസ്റ്റ് ആദ്യമായി അഹാന പോസ്റ്റ്, അതായത് തന്നെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവെച്ചപ്പോൾ അതിൽ ആദ്യത്തെ കമന്റും നമ്മുടെ നിമിഷ് രവി ആയിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ കറന്റ് ആയിട്ട് ഒന്നിച്ചുള്ള ഒരു യാത്രയുടെ ചിത്രമായിരുന്നു നിമിഷ് ഒടുവിലായി പങ്കുവെച്ചത് അഹാനയ്ക്കൊപ്പമുള്ള. ഇത് അഹാന അല്ലെന്നാണ് ചിത്രം കണ്ടവരെല്ലാം ചോദിക്കുന്നത്. കാരണം ഒരു പെയിന്റിംഗ് പോലെ അനുഭവപ്പെട്ട ഒരു റിയൽ ക്യാപ്ഷനോടെയായിരുന്നു നിമിഷ ആ ഒരു പുതിയ പോസ്റ്റ് പങ്കിട്ടത്. പുറംതിരിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ ഒരു ചിത്രത്തിൽ ഉള്ളത് തന്നെ. ഇത് അഹാന അല്ലേ എന്നൊരു പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളും എന്നാൽ രാജസ്ഥാനിൽ നിന്നും പകർത്തിയ ഒരു ഫോട്ടോയാണെന്നും നിമിഷ് കുറിച്ചിരുന്നു. എന്നാൽ ചിലർ സ്നേഹം അറിയിച്ചപ്പോ മറ്റു ചിലര് ഈ ഒരു കരയുന്ന സ്മൈലിയുമായിട്ടാണ് ഈ ഒരു ചിത്രത്തിന് താഴെ എത്തിയിരിക്കുന്നത്. എന്തായാലും ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് അഹാന തന്നെയാണെന്ന് ഉറപ്പിച്ച ഒരു സാഹചര്യത്തിലാണ്. കാരണം അഹാനയും യാത്രയിലാണെന്ന് കഴിഞ്ഞ വ്ളോഗിൽ സിന്ധു കൃഷ്ണയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മറ്റേ ദിയയുടെ കല്യാണത്തിന്റെ സമയത്തും നിമിഷ് പങ്കെടുത്തു. അഹാനയും നിമിഷം ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം അന്ന് വലിയ ചർച്ചയായിരുന്നു. മൈ ലവ്ലി പീപ്പിൾ എന്ന ക്യാപ്ഷനോടെയാണ് അന്ന് ചിത്രം അഹാന പങ്കുവച്ചിട്ടുണ്ടായത്. മാച്ചിങ് കളറിലുള്ള ഡ്രസ്സ് കണ്ടതോടെ ഇവര് വിവാഹ നിശ്ചയവും ഇതിനിടയിൽ കഴിഞ്ഞോ എന്നായിരുന്നു ആ നിമിഷത്തിൽ വന്ന ചോദ്യങ്ങളൊക്കെ. ഇതിനിടയിലാണ് നിമിഷ് വിശദീകരണമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു പറഞ്ഞത്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്, അനിയത്തിയുടെ കല്യാണത്തിലെ ചിത്രങ്ങൾ മാത്രമായിരുന്നു അതെന്നും പിന്നെ പിറന്നാൾ ദിനത്തില് നിമിഷ് പങ്കിട്ട ഒരു കുറിപ്പും ഒരു ആശംസ
ആശംസാ കുറിപ്പും പോസ്റ്റുകളും ഒക്കെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഒരു കുറിപ്പിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം പിറന്നാൾ ആശംസകൾ പാർട്ട്ണർ എന്നാണ് നിമിഷ് പറഞ്ഞിട്ടുണ്ടായത്. കോൺഫിഡന്റ്, ബെസ്റ്റ് ഫ്രണ്ട് എന്നായിരുന്നു ഇടയ്ക്ക് ഒരിക്കലും നിമിഷ് അഹാനെ കുറിച്ച് എഴുതിയത് തന്നെ. അപ്പൊ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായും പാർട്ട്ണർ എന്ന് കണ്ടതോടെയാണ് ചർച്ചകൾക്ക് ഏറ്റവും കൂടുതൽ തുടക്കം കുറിച്ചത്. ഒരു ഫ്രണ്ട് ആണെന്ന് പറയുകയും ചെയ്തു, പക്ഷെ പാർട്ട്ണർ എന്ന് പറയുകയും ചെയ്തു. ഇതിലും വലിയ തെളിവ് ഇനി കിട്ടാനില്ല. അവർ പ്രണയത്തിലാണ്, സമയമാകുമ്പോൾ വിവാഹിതരായേക്കും എന്നായിരിക്കും അന്ന് വന്ന ഏറ്റവും കൂടുതൽ കമന്റുകൾ. അതായത് അഹാനും ഇഷാനും എന്തായാലും ഒളിപ്പിച്ചു വെക്കുന്ന ആ ഒരു ടൈപ്പാണ്. അപ്പൊ അവരത് തീർച്ചയായിട്ടും ആ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ തുറന്ന് പറയുന്നത് തന്നെയാണ് പറയുന്നത്, അല്ലെ? അതെ. പക്ഷെ ഇത് എപ്പോ അല്ലെങ്കിൽ ഉടനെ തന്നെ ഇവരുടെ ഇനിയിപ്പോ ദിയയുടെ വിവാഹം കഴിഞ്ഞതോടുകൂടി ഇനി എന്തായാലും കൃഷ്ണകുമാറിന്റെ വീട്ടില് നടക്കാൻ പോകുന്ന വിവാഹം അഹാനയുടേത് തന്നെയായിരിക്കും. എന്നാൽ അഹാന 2 വർഷം എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ 1 വർഷത്തിനുള്ളിൽ കല്യാണം കാണുമെന്ന് പറഞ്ഞു. എന്നാൽ ആരായിരിക്കും അഹാനയുടെ ആ ഒരു പാർട്ട്ണർ? ഇപ്പോ എല്ലാവരും പറയുന്നത് പോലെ നിമിഷ് രവി ആയിരിക്കുമോ, അതോ മറ്റാരെങ്കിലും ആയിരിക്കുമോ അഹാനയുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്? അതുപോലെ തന്നെ അഹാന കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇഷാനിയാണ്. പക്ഷെ ഇരുവരും എല്ലാ രഹസ്യം ആരും ഒന്നും അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന എല്ലാം ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന സമയത്തായിരുന്നു ഇഷാനിയുടെ ആ ഒരു പോസ്റ്റ്, ഒരു ഫോട്ടോ വൈറലായത്. അപ്പോ എന്തായിരിക്കും ഇവർക്കിടയിൽ ഇപ്പം ഇഷാനിയും അർജുനും തമ്മിൽ പ്രണയത്തിലാണോ? അതുപോലെ തന്നെ അഹാനയും നിമിഷ് രവിയും തമ്മിൽ പ്രണയത്തിലാണോ? ഇഷാനിന്റെ ആണെങ്കിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയാവാൻ കാരണം ആ ഒരു ഹാരം. ഇപ്പൊ അത് ഹാരം അണിഞ്ഞിട്ടുള്ള ഇഷാനിയുടെയും അതുപോലെ തന്നെ അർജുനെയും ഫോട്ടോ വൈറലായതോടെയാണ്. പക്ഷെ ആ വീഡിയോയിലുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിയയുടെയും അല്ലെങ്കിൽ അശ്വിന്റെയും ആ അണിഞ്ഞിരുന്ന വളകാപ്പ് ചടങ്ങിനിടയിൽ അണിഞ്ഞിരുന്ന ആ ഒരു ഹാരമാണ് അവരും തിരിച്ച് അണിഞ്ഞു നോക്കുന്നത്. അപ്പൊ ഹൻസികയാണെങ്കിലൊക്കെ മാല മറ്റേ ഹാരം എടുത്ത് അണിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇഷാനിയും അതുപോലെ തന്നെ അർജുനും എടുത്ത് ധരിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും അവർ മറച്ചു വെച്ചിട്ടുണ്ടോ, എന്താണ് മറച്ചു വെച്ചിട്ടുണ്ടോ അതറിയില്ല. പക്ഷെ അവര് ജസ്റ്റ് ഒന്ന് അണിഞ്ഞു നോക്കിയതായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും എന്തിനായിരിക്കും ഇങ്ങനെ അതും ഒരാള് ദിയ അണിഞ്ഞ ആരം എന്തിനെ അണിയണം? അത് മാത്രമല്ല അവർക്കിടയിലുള്ള ചില വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ ക്യൂട്ടായിട്ടുള്ള വീഡിയോസ് ആണ് അവർ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇരുവരും പ്രണയത്തിലാണ്. പക്ഷെ ആർക്കും പിടി കൊടുക്കാതെ അവര് രക്ഷപ്പെട്ട് ആരും തങ്ങളെ പിടിക്കരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വഴുതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അഹാനയും നിമിഷ് രവിയും വഴുതി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അഹാനയുടെയും ഇഷാനയുടെയും ജീവിതത്തിൽ ആരാണ് ജീവിത പങ്കാളികളായിട്ട് എത്താൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഉടനെ തന്നെ അത് ഉറപ്പായിട്ടും പുറത്തു വരുന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് റൂട്ട് തിരിച്ചു വിട്ടേക്കുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.